വിസ തട്ടിപ്പിൽ കുടുങ്ങി മലയാളികൾ ദുരിതത്തിൽ. ഹോട്ടൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് സ്ത്രീകൾ ഉൾപ്പെടെ 17 പേരെ ദുബായിലെത്തിച്ചത്. 50,000 മുതൽ 75,000 രൂപ വരെയാണ് ഇവരിൽ നിന്ന് വാങ്ങിയത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗൾഫിൽ നിന്ന് വരികയാണ്. UAE-യിൽ ഒരു ഹോട്ടലിലേക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് 17ഓളം മലയാളികളെയാണ് ഇപ്പോൾ ദുബായിൽ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർക്ക് വിസ ഓവറായിരിക്കുകയാണ്. ഭക്ഷണമില്ലാതെ, താമസ സൗകര്യമില്ലാതെ വലിയ തോതിൽ ദുരിതം അനുഭവിക്കുകയാണ് ഈ മലയാളികൾ. നമ്മോടൊപ്പം അവരുണ്ട്. എന്താണ് സംഭവിച്ചത്? സംഭവം ഓൾറെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ സുഹൃത്താണ്. അന്നേരം ഒരു നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫെബ്രുവരി മാസത്തോടുകൂടി എല്ലാ സുഹൃത്തിനെ കണ്ടപ്പോഴത്തേക്ക് നാട്ടിൽ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ഇവനോട് ഞാൻ ചോദിച്ച് പുറത്തോട്ട് വല്ലതും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞമ്മയുടെ കെയർ ഓഫ് വേക്കൻസി ഉണ്ട്. ഒരു ഹോട്ടലിലേക്കാണ് മുസ്തഫ എന്ന് പറയുന്ന കണ്ണൂരുള്ളൊരു പുള്ളി ഹോട്ടൽ തുടങ്ങുന്നുണ്ട്. അവിടത്തേക്കാണ് എൻ്റെ കുഞ്ഞമ്മയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അവിടെ വേക്കൻസി ഉണ്ട്, നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാനും വരുന്നതാന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു 75,000 രൂപ കൊടുക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം കുഞ്ഞുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു വേറെ വേക്കൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഇതെൻ്റെ കുഞ്ഞുമാടെ മകനാണ്. അന്നേരം കുഞ്ഞുമാടത്തെ ഞാൻ പറഞ്ഞു ഇതെൻ്റെ പെങ്ങളെ മകൻ. അന്നേരം പെങ്ങളത്തെയും പറഞ്ഞു. അങ്ങനെ ഇതാക്കി ഇവർക്ക് പൈസയൊക്കെ കൊടുത്തു. അതായത് ഒരു സമാധാനം പോലും തരാതെ 50,000 രൂപ വെച്ച് ഞങ്ങൾ അയച്ചു കൊടുത്തു, പലിശയ്ക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ കയറി വന്നു. ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് അന്ന് മുതലുള്ള സാലറി തരും, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്ത് ജോലിക്ക് വേണ്ടി കൊണ്ടുവരുമെന്നായിരുന്നു അവരാദ്യം പറഞ്ഞത്? ഇവിടെ തന്നെ പല പൊസിഷൻ പറഞ്ഞവരുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സപ്ലയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, സപ്ലയർ ആയിട്ട് വെയിറ്റർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നു. അന്ന് മുതലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിയാവും നാളെ ശരിയാവുമെന്നും പറഞ്ഞ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം ഇതങ്ങ് തള്ളിപ്പോയി. മുസ്തഫ ഇന്ന് വരും, ഈ മുസ്തഫ എന്ന് പറയുന്ന ആളുടെയാണ്, മുസ്തഫ ഇന്ന് വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ മാർച്ച് 14-ാം തീയതിയാണ് UAE വന്നത്. ഷാർജ എയർപോർട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. UAE വന്ന് ഏപ്രിൽ 14-ാം തീയതി ഞങ്ങൾ വിസ കഴിഞ്ഞു. അതുവരെ ഇന്ന് ഓപ്പണാവും അങ്ങനെ അവസാനം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 14-ാം തീയതി വിഷുവിൻ്റെ അന്ന് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ അന്നറിയുന്നു മുസ്തഫ പറ്റിച്ചിട്ട് പോയെന്ന് ഇവർ പറയുന്നു. അങ്ങനെ ഞങ്ങൾ വിസയും കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു മാസത്തെ വിസയ്ക്കായിട്ടല്ലേ വന്നത്? അതെ. അപ്പോൾ പിന്നീട് വിസ റിന്യൂ ചെയ്യാൻ ഞങ്ങളുടെ 3 പേരെയും വിസ റിന്യൂ ചെയ്ത് തന്നു. ഞങ്ങൾ 3 പേരും. ഇവൻ്റെ വിസ റിന്യൂ ചെയ്തില്ല. പിന്നെ ഓൾറെഡി ഇവൻ്റെ പാസ്പോർട്ടും എല്ലാം പണയമായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ്. പാസ്പോർട്ട് കുറച്ച് ദിവസം 3 ദിവസമേ ഉള്ളൂ ഇവൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട്. അതുപോലെ തന്നെ ഇവിടെ മിക്കുള്ളവരും പാസ്പോർട്ട് പണയം കാര്യങ്ങളൊക്കെയാണ് മിക്കുള്ളവർ. അങ്ങനെ പിന്നെ ഇത് ഫൈനും കാര്യങ്ങളും അന്നേരം പിന്നെ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ ഒരു പേടിയാണ്. എത്ര മാസമായി ഇപ്പോൾ നിങ്ങളുടെ വിസ ഓവറായിട്ട്? എൻ്റെ വിസ കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും വിസ കഴിഞ്ഞിട്ട് 1 മാസത്തിൽ കൂടുതലായി. ഇവൻ്റെ 4 മാസമായി. ഇവിടെ എങ്ങനെയാ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ? എങ്ങനെയാ നിങ്ങൾ ഭക്ഷണമൊക്കെ ലഭിക്കുന്നുണ്ടോ ഇവിടെ? ഭക്ഷണം ഇടയ്ക്കലേ ഉള്ളൂ, പിന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ ചോദിച്ചാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ നിന്നുള്ളവരെ വിളിച്ച് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു 1.5 മാസത്തോളം ഫുഡ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലാതായി. പിന്നെ ഇവന് അൾസറും കാര്യങ്ങളുമായി. കാരണം അവനിപ്പോൾ 23 വയസ്സേ ഉള്ളൂ. ഫുഡ് കഴിക്കാതായി. ഇവനിക്കും എന്തോ പ്രശ്നമുണ്ട് വയറിന്. കാരണം ഇന്നലെ പൈസയൊന്നുമില്ല. അവസാനം നാട്ടിൽ നിന്നൊക്കെ ഇറന്ന് പിടിച്ച് ഫുഡ് മേടിച്ച്. കാരണം പട്ടിണി നടക്കും പിള്ളേർ എത്രയെന്നും പറഞ്ഞാൽ വൊമിറ്റിങ് ഫുഡ് ഒരു നേരമായിരിക്കും ചിലപ്പോൾ എവിടെ, അത് ഇവരായിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അങ്ങനെ ഇതാക്കി ഒരു നേരം കഴിച്ച് കഴിഞ്ഞാൽ വൊമിറ്റിങ് തുടങ്ങുന്ന അന്നേരം. പിന്നെ നാട്ടിൽ ഓൾറെഡി കേസ് കൊടുത്തായിരുന്നു. കേസ് കൊടുത്ത് അന്ന് പോലീസുകാർ ഇവരെ വിളിച്ചപ്പോഴത്തേക്ക് ആ ഒരു പേര് അന്ന് രാത്രിയും ഫുഡ് ഉണ്ടായിരുന്നു, പിറ്റേന്നും ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഈ ഒരു അവസ്ഥയിലോട്ടാണ്. തീർച്ചയായും ഇവർക്ക് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകണമെങ്കിൽ പോലും വലിയ തുക വിസിറ്റ് വിസ ഓവറായതിനെ തുടർന്നുള്ള ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. വലിയ ദുരിതത്തിലാണ് ഈ മലയാളികൾ ഇവിടെ പെട്ടിരിക്കുന്നത്. ഇവർ കൊണ്ടുവന്ന ഏജൻറ്റ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. ഇവർക്ക് നൽകാമെന്ന് പറഞ്ഞ ജോലിയും ഇവിടെയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുകയാണ് ഈ മലയാളികൾ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.